എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എങ്ങനെയാണ് നൂബ് ബേസിൽ നിന്നുകൊണ്ട് പ്രോ ബേസ് എത്രയും പെട്ടെന്നാകാമെന്നുള്ള കുറച്ച് ടിപ്പ് ആൻഡ് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടിപ്പിലേക്ക് തന്നെ പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബേസിലാണെങ്കിൽ രണ്ടായിട്ട് തിരിക്കണം. ഒരു സൈഡിൽ ഡിഫൻസും ഒരു സൈഡിൽ ഒഫൻസും, നടുക്ക് വാൾ വയ്ക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം അപ്ഗ്രേഡ് ചെയ്യേണ്ടത് ഒഫൻസാണ്. ഒഫൻസ് അപ്ഗ്രേഡ് ചെയ്താൽ നമുക്ക് ലൂട്ട് കൂടുതൽ കളക്ട് ചെയ്യാനും സേവ് ചെയ്യാനും പറ്റുള്ളൂ. അതിനുശേഷം ഡിഫൻസാണ് അപ്ഗ്രേഡ് ചെയ്യുക. അപ്പം ഫസ്റ്റ് ടിപ്പ് ഇത്രയേ ഉള്ളൂ. നമുക്ക് സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ക്ലാഷ് ഓഫ് ക്ലൈൻസ് കളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും ഉപകരിക്കുന്ന ഒരു ടിപ്പാണ്. നമ്മുടെ മെയിൻ അറ്റാക്കേഴ്സായ കിങ്ങും ക്യൂണും ഡബിൾ ടാപ്പ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആകാൻ വേണ്ടി അവരടിയിൽ നിന്ന് കൊച്ചു ആർച്ചേഴ്സും ബാർബറിയാനും മുളയ്ക്കും. അതായത് ചെറുതായിട്ടൊരു 2, 3, 4 ബാർബറിയൻസും ക്യൂണിനും കുറച്ച് ലെവൽ അനുസരിച്ച് ആർച്ചറേഴ്സും മുളച്ചു വരും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ മുളച്ചു വരുന്ന ബാർബറിയൻസും ആർച്ചേഴ്സും നമ്മുടെ ലബോറട്ടറിയിൽ എത്ര ലെവലായിരിക്കോ അത്രയും ലെവലുള്ളതായിരിക്കും മുളച്ചു വരണം. ഉദാഹരണം, എൻ്റെ ആർച്ചറി ലെവൽ 2 ആണ്. അപ്പോൾ എനിക്ക് മുളച്ചു വരുന്നത് ലെവൽ 2 ആയ ആർച്ചറി ആയിരിക്കും. ബാർബറിയൻ ലെവൽ 1 ആണ്. അപ്പോൾ എനിക്കതായിരിക്കും പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ലെവൽ കൂട്ടി വയ്ക്കാൻ നോക്കുക, ആർച്ചേഴ്സും ബാർബറിയും. അപ്പം ടിപ്പ് 3 നോക്കാം. അപ്പം നമ്മുടെ ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് നമ്മൾ ലൈറ്റ്നിങ് സ്പെല്ല് യൂസ് ചെയ്യുന്ന ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും തുടക്കത്തിൽ തന്നെ യൂസ് ചെയ്യുന്ന സ്പെല്ലാണ് ലൈറ്റ്നിങ് സ്പെല്ല്. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 2 ലൈറ്റ്നിങ് സ്പെല്ലും 1 എർത്ത് കോക്ക് സ്പെല്ലും മാക്സിമം ഇടാൻ നോക്കുക. അപ്പോഴത്തേക്ക് റോക്കറ്റും പൊട്ടും, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അടുത്തിരിക്കുന്ന വാൾസിന് കുറച്ച് ഡാമേജ് ഇട്ടും, അതിൻ്റെ അടുത്തിരിക്കുന്ന ഏത് നിന്നാലും ഓഫൻസിനും ഡിഫൻസിനും എല്ലാത്തിനും ഡാമേജ് ഇട്ടും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, 2 ലൈറ്റനിങ് സ്പെല്ലും 1 എർത്ത്. അടുത്ത് നമുക്ക് ടിപ്പ് നമ്പർ 4 നോക്കാം. ഈ ടിപ്പ് എന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ എർത്ത് ക്യാരക്ടറായ ഇലക്ട്രോ ഡ്രാഗ് യൂസ് ആക്കുന്നവർക്കാണ് ഈ ടിപ്പ് എന്ന് പറയുന്നത്. എപ്പോൾ നമ്മൾ ഇലക്ട്രോ ഡ്രാഗ് ഇറക്കുന്നതിന് മുന്നേയും കുറച്ച് ബലൂണ് ഫ്രണ്ടിലായിട്ട് ഇറക്കിയതിന് ശേഷം മാത്രം ഇലക്ട്രോ ഡ്രാഗ് ഇറക്കുക. അപ്പം കൂൾസ്, ബലൂൺസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബലൂണിന് ഏക്കും, ഇലക്ട്രോ ഡ്രാഗിന് ഏക്കില്ല. ഇത് പ്രോ ടിപ്പ്. അപ്പോൾ നമ്മുടെ 5ത്തെ കാറ്റഗറിയിലെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലൈൻസിൻ്റെ ഒരു പ്രധാന ക്യാരക്ടറായ വാർഡൻ, അഥവാ പൂതം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. വാർഡൻ യൂസ് ചെയ്യണവർക്ക് എപ്പോഴും ഡൗട്ടാണ് എയറിൽ ഇറക്കണോ ഗ്രൗണ്ടിൽ ഇറക്കണോ. വാർഡൻ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ എയറിലുള്ള ട്രൂപ്പ് യൂസ് ചെയ്യുമ്പോൾ വാർഡൻ എയറിലും, ഗ്രൗണ്ടിലുള്ള ട്രൂപ്പ് യൂസ് ചെയ്യുമ്പോൾ വാർഡൻ ഡൗണിലും. അപ്പോൾ നമ്മുടെ കാറ്റഗറിയിൽ 6ത്തെ ടിപ്പ് എന്ന് പറയുന്നത് ആർക്കും അറിഞ്ഞിടാത്തൊരു ടിപ്പ് തന്നെയാണ്. ഈ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്യൂണി യൂസ് ചെയ്യണ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തതാണ്. നമ്മുടെ ഹീലേഴ്സിന് നമ്മൾ എപ്പോഴും ക്യൂൺ ഇറക്കിയ ഉടനെ ബാക്കിൽ ഹീലേഴ്സ് ഇറക്കി ഹീൽ ചെയ്ത് കൊടുക്കും. എന്നാൽ അത് ചെയ്യണത് തെറ്റാണ്. നമ്മൾ ക്യൂണിൻ്റെ ലെഫ്റ്റ് റൈറ്റുമായിട്ട് ഓരോ ബലൂൺ ഇറക്കി കൊടുക്കുക. 2 ബലൂൺ ഇറക്കിയ ശേഷം മാത്രം ഹീലേഴ്സിന് ഇറക്കുക. അപ്പോൾ ഈ ബലൂണ് റോക്കറ്റ്, മൈൻസ് അതുപോലെയുള്ള സാധനങ്ങൾക്കൊക്കെ ബലൂണിന് കൊണ്ടങ്ങ് ഡാമേജ് ഡൗണും, ഹീലേഴ്സ് ഡെഡ് ആവാതെ അപ്പോഴും നിൽക്കും. ഇതൊരു പ്രോ ടിപ്പ് തന്നെയാണ്. നമ്മുടെ 7ത്തെ ടിപ്പ് എന്ന് പറയുന്നത് എല്ലാ കൂട്ടുകാരും മനസ്സിൽ വിചാരിക്കും, പക്ഷേ നടക്കാത്തൊരു ടിപ്പാണ്. കാരണം നമുക്ക് എപ്പോഴും 5 ബുൾഡേഴ്സ് നമുക്ക് വേണം. കാരണം ബുൾഡേഴ്സ് ഇറക്കണമെങ്കിൽ നമുക്ക് ജെം കൊടുക്കണം. ജെം ആദ്യമൊക്കെ നമുക്ക് നൈസായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ശകലം പാടാണ്. ട്രക്സ്, സ്റ്റോൺ അതുപോലത്തെയൊക്കെ യൂസ്ലെസ് ആക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് ജെംസ് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ജെംസ് വേസ്റ്റ് ആക്കാതെ 5 ബുൾഡേഴ്സും നമ്മുടെ ബേസിലുണ്ടെന്ന് ഉറപ്പാക്കണം. നമ്മുടെ കാറ്റഗറിയിലെ 8ത്തെ ടിപ്പ് എന്ന് പറയുന്നത് നൈസായിട്ടുള്ളൊരു ടിപ്പാണ്. അത് വേറൊന്നുമില്ല ഗൈസ്. നമ്മുടെ 5 ബുൾഡേഴ്സിൽ 3 ബുൾഡേഴ്സ് നമ്മൾ എപ്പോഴും ഒഴിവാക്കിയിട്ട് 2 ബുൾഡേഴ്സ് നമ്മൾ കിങ്ങിനും ക്യൂണ്, വാർഡൻ ഇതുപോലത്തുള്ള കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ വയ്ക്കുക. 2 എണ്ണം നമ്മുടെ ഹീറോസ് അപ്ഗ്രേഡ് ചെയ്യാനും 1 എണ്ണം നമ്മുടെ ഡിഫൻസ് അപ്ഗ്രേഡ് ചെയ്യാനും 2 എണ്ണം ഓഫൻസ് അപ്ഗ്രേഡ് ചെയ്യാനും വേണം നമ്മൾ എപ്പോഴും യൂസാക്കേണ്ട. അങ്ങനെ യൂസാക്കി കൊണ്ടിരുന്നാൽ മാത്രമേ ഈസി ആയിട്ട് നമ്മുടെ അപ്ഗ്രേഡിങ്സ് നടക്കുകയുള്ളൂ. നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ടിപ്പ് നമ്പർ 9. 9ാമത്തെ ടിപ്പിൽ ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ ഡെയിലി ഒരു 2 വാളെങ്കിലും വെച്ച് അപ്ഗ്രേഡ് ചെയ്യണം. ഒരു ദിവസം 2 വാൾസെങ്കിലും കുറഞ്ഞത് അപ്ഗ്രേഡ് ചെയ്യണം. 2 കൂടുതൽ എന്നല്ല ഞാൻ ഉദ്ദേശിച്ച, 2 കൂടണം. പക്ഷേ 2 കുറയാതെ അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ള അപ്ഗ്രേഡിങ്സിൻ്റെയോടൊപ്പം വാൾസും പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ വാൾസ് മാത്രം ബാലൻസ് ആയിട്ട് കിടക്കും. ഇത് ഈ വീഡിയോയിലെ ലാസ്റ്റത്തെ ടിപ്പായ 10ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ലൂട്ടിങ് ടിപ്പാണ്.
എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ലൂട്ടില്ല. നമ്മൾ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ ലൂട്ടില്ല. ട്രോഫി നമ്മൾ ഒരു കാരണവശാലും നോക്കല്ല. നമ്മളെ ബേസിൽ ട്രോഫി നോക്കി കളിക്കാനേ പാടില്ല. നമുക്ക് ലൂട്ടില്ലെങ്കിൽ ഉടൻ നമ്മൾ ചെയ്യേണ്ട ആർച്ചറും ബാർബർ ചെയ്യാനും ഗ്ലോബൻസും ഒരു ട്രൂപ്പാക്കിയതിന് ശേഷം നേരെ ഏതെങ്കിലും കിട്ടിയ ടൗൺ ഹാളിൽ പോവുക. പുറത്തോട്ട് ലൂട്ടിരിക്കണ നോക്കുക, എടുത്തങ്ങ് ഇറക്കി പറക്കി വിടുക, ലൂട്ട് അത്ര അടിച്ചെടുക്കുക. നമുക്ക് പോയ മൈനസൊക്കെ തിരിച്ച് ഈസി ആയിട്ട് പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് തിരിച്ച് പിടിക്കുമ്പോൾ ഇരട്ടി ലൂട്ട് കിട്ടുകയും ചെയ്യും. ഈ നൈസ് ട്രിക്കാണ്. ഇതിപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോഴത്തേക്ക് ഈ ലൂട്ട് എടുക്കുക, അപ്ഗ്രേഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 1K ആണ്. ഒരു 100 സംതിങ് സബ് കൂടി മതി 1K അടിക്കാൻ. തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ ഇതേയും പ്രോ ടിപ്സായ വീഡിയോസ് അപ്കമിങ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ചുരുക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.